ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വേക്കൻസി ഇന്റലിജൻസ് ബ്യൂറോയിലേക്ക് വീണ്ടും ഒരു വേക്കൻസി വന്ന സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആണ്. 10ാം ക്ലാസ് യോഗ്യതയാണ്. ശമ്പളം എന്ന് പറയുന്നത് 21,000 മുതൽ 69,000 വരെയാണ് സാലറി സ്കെയിൽ പറയുന്നത്. ഇതൊരു ആൾ ഇന്ത്യ ടെസ്റ്റാണ്. എന്നിരുന്നാലും കേരളത്തിലേക്കും ഇതിൽ അവസരമുണ്ട്. തിരുവനന്തപുരം ബ്യൂറോയിലേക്ക് ഏകദേശം 337 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വയസ്സ് എന്ന് പറയുന്നത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള വയസ്സളവ് എന്ന് പറയുന്നത് 18 മുതൽ 27 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യുന്ന വിധം ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. 10ാം ക്ലാസ് ആണ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് ഇതിലേക്ക് പറഞ്ഞിട്ടുള്ളത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. കാരണം ആൾ ഇന്ത്യ തലത്തിലായിരിക്കും നമുക്ക് നിയമനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കാരണം പല സ്ഥലങ്ങളിലും മാറിപ്പോകേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ജോലികളൊക്കെ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയിലേക്ക് ഒന്ന് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവർ താല്പര്യമുള്ള ആളുകൾക്ക് ഇന്റലിജൻസ് ബ്യൂറോ ഒക്കെ പിന്നെ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന എക്സാം അത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ പേജ് എന്തായാലും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പരീക്ഷാ കേന്ദ്രങ്ങൾ കേരളത്തിൽ വരുന്ന ഏകദേശം 5 കേന്ദ്രങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടൻസിനനുസരിച്ചായിരിക്കും സെൻറ്ററുകൾ കിട്ടുക. തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, പാലക്കാട് ഇങ്ങനെ കുറച്ച് സെൻറ്ററുകളാണ് നമുക്ക് ഇതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് ഏറ്റവും അടുത്ത് വെച്ചാൽ ആ സെൻറ്ററുകൾ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ പിന്നെ സൈറ്റ് ആയിരിക്കും നമുക്ക് അലോക്കേറ്റ് ചെയ്യുക ഏത് സെൻറ്റർ ആണെന്നുള്ളത്. കേരളത്തിലുള്ളവർക്കൊക്കെ തിരുവനന്തപുരത്ത് ലൊക്കേഷനിലേക്ക് 337 ഒഴിവുകളുണ്ട്. ഏകദേശം ഒഴിവുകൾ എന്ന് പറയുന്നത് 3000 ചില്ലാനം ഒഴിവുകളുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ എവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ പിന്നെ അപ്ലൈ ചെയ്യാം. പക്ഷേ അങ്ങനെ അതിൽ വലിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്യണമെങ്കിൽ മലയാളം മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മൾ ആന്ധ്രയിലാണെങ്കിൽ തെലുങ്ക് അറിയേണ്ടി വരും. അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ആണ് നമുക്ക് അറിയേണ്ടി വരിക. അപ്പോൾ അത്തരത്തിലുള്ള ലാംഗ്വേജ് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സംസ്ഥാനത്ത് അപ്ലൈ ചെയ്യാം. കൂടുതൽ ഒഴിവുകളും ചാൻസ് എവിടെയും വിളിച്ചാൽ അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ PDF ഉണ്ട്. PDF വേണ്ടവരും അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ ഓൺലൈനിൽ താല്പര്യമുള്ളവരും എന്ത് ചെയ്യുക, പ്രൊഫൈലിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ PDF ഇതിൻ്റെ അയക്കല്ല ലിങ്കും ഞാൻ അയച്ചിരുന്നതാണ്. അല്ലെങ്കിൽ വീഡിയോക്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്.